അതൊക്കെ കൊള്ളാം. കാരണം ഒരുപാട് രസകരമായ കാഴ്ചകളും കൂടെ കാണാനാണ് സാധിക്കുന്നില്ല. ആളുകൾ വേണ്ട ഡേഞ്ചറാണ്. ഓഫീസിലോട്ട് ഡ്യൂട്ടി എന്നുള്ള സിനിമ ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നു. അത് അതിൻ്റെ തുടർച്ചയായി ഞാൻ കൂടെ വരുമ്പോൾ നിങ്ങളുടെ നാട്ടുകാരനായ നിങ്ങളുടെയൊക്കെ നിങ്ങളൊരു എന്താ പറയുക ഗുരുതുല്യെന്ന് പറയാമെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ജഗദീഷ് ചേട്ടനും കൂടെ ഉള്ളപ്പോൾ എന്റെ രണ്ടാമത്തെ സിനിമ മുതൽ എന്റെ സിനിമ ജീവിതത്തിൽ യാത്ര ചെയ്ത ജഗദീഷ് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾ കൂടുതൽ ഒരു ഹ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു, അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പം ഒരുപാട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിലും അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആദ്യ യാത്രയിൽ ഭാഗമാകാൻ സാധിച്ചതിന് ഞാൻ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് അവസരത്തിൽ അറിയിക്കുന്നു. ജഗദീഷ് ചേട്ടൻ ഒരു റീഇൻവെന്റഡ് ജഗദീഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയിലും ജഗദീഷ് ചേട്ടന്റെ ഒരു നല്ല പ്രകടനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കൂടെ ഉള്ള വിശാഖ നായരാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അതുപോലെ തന്നെ പുതുമുഖങ്ങളായ ഐശ്വര്യ ദയ ഇവരൊക്കെ ആണെങ്കിലും ഒരു തുടക്കക്കാരനോ അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച് പരിചയമുള്ളവർക്ക് ഒരു പരിമിതി ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരുടെ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമയെ കുറിച്ച് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ സിനിമ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോടുകൂടി എന്റർടൈനിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ഈ സിനിമയിലുണ്ട്.